എവിടെയെങ്കിലും ഒരു വഴിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മുടെ റെഡിയാവലും കഴിഞ്ഞ് ഒരു കൊച്ചുണ്ടെങ്കിൽ അതിൻ്റെ റെഡിയാക്കലും പരിപാടി ഫുഡ് എല്ലാം സെറ്റ് ചെയ്ത് മണിക്കൂർ കണക്കിന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ചില പുള്ളികൾ എല്ലാ വീട്ടിലും കാണും. ആ പുള്ളി കുളിച്ചൊന്ന് ഒരുങ്ങിയൊരു ഡ്രസ്സ് ഇട്ടിങ്ങനെ വരണമെങ്കിൽ നമ്മൾ എത്ര മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ക്രിസ്മസ് ഡേ ഔട്ടിനാണ് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് വലിയ ലക്ഷ്യം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ പോകും എന്ത് ചെയ്യുന്നൊക്കെ. അപ്പം നേരെ ഒരു നറുനീണ്ടിയിൽ തുടങ്ങി ഞങ്ങൾ പെനിയിൽ ചെന്ന് കയറി. ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ ഉള്ളതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പുളിച്ചിട്ട് എൻ്റെ ഒണ്ടകടാകം വരെ പുളിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഒടുക്കത്തെ പുളിയായിരുന്നു. പിന്നെ കാത്തുമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. കാത്തുമ്മ അടച്ച് പിന്നെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അതിന് മെനക്കെട്ടില്ല. പിന്നെ നേരെ നമ്മൾ ആശാനിയും കൂട്ടി നെഹദിയിൽ പോയി ഒരു മന്തി കഴിച്ചിട്ട് പടത്തിന് പോകാനായിരുന്നു കേട്ടോ പ്ലാൻ. പിന്നെ ടിക്കറ്റൊന്നും കിട്ടിയോ ഇല്ല, നല്ല പടം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയി. കാത്തുമ്മയുടെ ഫസ്റ്റ് ബീച്ചായിരുന്നു കേട്ടോ. അത് അവൻ്റെ ഫസ്റ്റ് ക്രിസ്മസിന് തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു അറപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളി അങ്ങോട്ട് മുട്ടൊക്കെ കുത്തി അങ്ങോട്ട് സെറ്റായി. പിന്നെ അവിടുന്ന് നമ്മൾ കുടിക്കുന്ന വെള്ളം വാങ്ങി പുള്ളീനെ കുളിപ്പിച്ച് ഫുഡും കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആക്കിയിട്ടാണ് കേട്ടോ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഫുള്ള് മണ്ണിലും, അവൻ നല്ല ഫ്രഷ് ആയിട്ട് പുതിയതായിട്ട് റീസ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ അൽത്താസിലേക്കാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ഷവർമ്മ കഴിക്കാനായിട്ട് പോയത്. ഇതുവരെ ഞങ്ങൾ അവിടെ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ നേരെ പോയി ഷവർമ്മ ട്രൈ ചെയ്തിട്ടുണ്ടായി. അവിടെ സ്പെഷ്യൽ തന്നെയായിട്ടുള്ള ഒരു ഷവർമ്മയാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കാലമായി ഷവർമ്മ ട്രൈ ചെയ്തിട്ട്, അങ്ങനെ കഴിച്ചതുകൊണ്ടാണോ എന്ന് അറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ വരുമ്പോൾ നമ്മുടെ ലൂർദിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ പള്ളിയിലും കൂടെ ഒന്ന് കയറിയിട്ട് നേരെ പോന്നു കേട്ടോ വീട്ടിലേക്ക്. അത്യാവശ്യം നല്ലോണം രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണെങ്കിലോ ഒടുക്കത്തെ ബ്ലോക്കും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സേഫായിട്ട് വീട്ടിലെത്തി. അപ്പം